കഥ തുടങ്ങുമ്പോൾ തന്നെ ഒരു പയ്യനെ കാണിച്ചിട്ടാണ്. അവന് സ്കൂളിൽ പോവാൻ താല്പര്യമില്ലായിരുന്നു. അതിനുവേണ്ടി അസുഖമോ അപകടമോ ഉണ്ടാവാൻ അവൻ പ്രാർത്ഥിച്ചിരുന്നു. അവൻ അതിൽ പറയുന്നത് മരണത്തെ കണ്ട് തനിക്ക് ഭയമില്ല, എന്നാൽ ഈ സ്കൂളിനെ കണ്ട് അവൻ ഭയക്കുന്നു എന്നാണ്. അങ്ങനെ അവൻ സ്കൂളിന്റെ അകത്തേക്ക് വരുന്ന സമയത്ത് ഡേസിയു ടെറസിന് മുകളിൽ നിൽക്കുന്നു. അവിടെയുള്ളവർ താഴേക്ക് ഇറങ്ങാൻ പറയുന്നുണ്ടെങ്കിലും അവന്റെ മുഖത്ത് ഒരു എക്സ്പ്രഷനും ഇല്ലാതെ അവിടെ നിൽക്കുകയായിരുന്നു. അതിന് കാരണം അവന്റെ ക്ലാസ്സിലുള്ള കുറച്ചു പേർ അവനെ തല്ലുകയും കളിയാക്കുകയും കൂടാതെ ക്ലാസ്സിൽ നിന്ന് ഒതുക്കുകയാണെന്ന് പറഞ്ഞ് വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് വീഡിയോ എടുത്ത് മാനം കെടുത്തുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ പ്രധാനിയായിരുന്നു റൂ ജുൻ ഹ്യൂ. തന്റെ അച്ഛൻ വലിയ പാർട്ടിയിലായതുകൊണ്ട് തനിക്ക് എന്തും ചെയ്യാനുള്ള പവർ ഉണ്ടായിരുന്നു എന്നായിരുന്നു അവൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ടീച്ചർമാരെ പോലും അവൻ വിലവെച്ചിരുന്നില്ല. അതിന്റെ ഇടയിലാണ് ഡേസിയു ഇടപെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ കൂട്ടാളികളെ അവനെ തല്ലുകയും ഇങ്ങനെ മാനം കെടുത്തുകയും ചെയ്യുന്നു. ഇതെല്ലാം ടീച്ചർമാരോട് പറയണമെന്ന് കൂടെ പഠിക്കുന്ന പയ്യൻ വിചാരിച്ചെങ്കിലും വിദ്യാർത്ഥികളെ കണ്ട് അവർ അടക്കം ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ ഡേസിയു മുകളിൽ നിന്ന് ചാടി മരിക്കുന്നു. ഇതെല്ലാം ആ പയ്യന്റെ മുന്നിൽ വെച്ചായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇതെല്ലാം സഹിക്കവയ്യാതെ ആ പയ്യൻ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുന്നു. എല്ലാം ശരിയാവുമെന്ന് വിചാരിച്ചെങ്കിലും തന്റെ അച്ഛന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ആ കേസ് ഇല്ലാതെയാവുന്നു. കൂടാതെ ആ പയ്യനെ ഡേസിയുക്കിന് ചെയ്ത പോലെ ചെയ്യാൻ തുടങ്ങുന്നു. ആ പയ്യനെയും ക്ലാസ്സിൽ നിന്ന് ഒതുക്കി വെക്കുന്നു എന്ന് പറയുന്നു. കൂടാതെ നിർബന്ധപൂർവ്വം മദ്യക്കുപ്പി അവന്റെ വായിൽ ഒഴിച്ചു കൊടുക്കുന്നു. ഇതെല്ലാം കണ്ട് കൂടെ പഠിക്കുന്നവർ ചിരിക്കുക മാത്രം ചെയ്യുന്നു. ഇങ്ങനെയെല്ലാം ആയതുകൊണ്ട് ഡേസിയുക്ക് ചെയ്തതാണ് ശരിയെന്ന് വിചാരിച്ച് അവനും അതന്നെ ചെയ്യാൻ പോകുന്നു. പക്ഷേ അതിൽ നിന്ന് പെട്ടെന്ന് പിന്മാറുകയും ചെയ്യുന്നു. അങ്ങനെ ആ പയ്യൻ ക്ലാസിന്റെ അധികം നടക്കുന്ന സമയത്ത് കളിയാക്കുന്നവരിൽ ഒരു പയ്യൻ ഓടി വന്ന് അവനെ ചവിട്ടുന്നു. എന്നിട്ട് സോറി എന്നും പറയുന്നു. അത് കുഴപ്പമില്ലെന്ന് ആ പയ്യൻ പറഞ്ഞെങ്കിലും ഇല്ല, ഒരു തല്ല് നീ എന്നെ തല്ലിക്കോ, ഇല്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറയുന്നു. വേണ്ട വേണ്ട എന്ന് ഒരുപാട് പറഞ്ഞെങ്കിലും ആ പാവം പയ്യൻ തല്ലുന്നത് വരെ ഞാൻ നിന്നെ തല്ലിക്കൊണ്ടിരിക്കും എന്ന് പറയുന്നു. അവിടെയുള്ളവർ വെറുതെ നോക്കി നിൽക്കുക മാത്രം ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് തല്ല് വാങ്ങി ചോര വരാൻ തുടങ്ങിയതുകൊണ്ട് ഒരു തല്ല് അവൻ വെറുതെ തല്ലാമെന്ന് വിചാരിക്കുന്നു. അതിനുവേണ്ടി ശ്രമിച്ചെങ്കിൽ പോലും കളിയാക്കുന്ന പയ്യൻ ആ തല്ല് ഒഴിവാക്കി വീണ്ടും ഇവനെ തല്ലാൻ തുടങ്ങുന്നു. ഒന്നുകൂടെ ശ്രമിച്ചു നോക്കാനായി കളിയാക്കുന്ന പയ്യൻ പറയാൻ തുടങ്ങുന്നു. അങ്ങനെ തല്ലേ തല്ലേ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ നായകൻ അവിടേക്ക് വന്ന് ഒരു തല്ല് കൊടുക്കുന്നു. നായകൻ ആരാന്ന് പോലും അവർക്ക് അറിയാത്തത് കൊണ്ട് അവൻ നായകനെ തിരിച്ചു തല്ലാൻ നോക്കുന്നു. പക്ഷെ ഓരോ തവണ തല്ല് കൊടുക്കാൻ നോക്കുമ്പോഴും ഇരട്ടി തല്ല് ഇങ്ങോട്ട് കിട്ടുന്നു. അവിടെയുള്ളവർക്ക് എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയുന്നില്ല. നായകൻ അങ്ങനെ മാസ് കാണിക്കുന്ന സമയത്ത് കളിയാക്കുന്ന പിള്ളേരിൽ മെയിൻ ആള് വരുന്നു. തന്റെ കൂട്ടുകാരൻ തല്ലുകൊണ്ട് വീണു കൊടുക്കുന്നത് കണ്ട് നായകനോട് നീ ആരാണെന്നും ഇങ്ങനെ തല്ലാൻ പാടില്ല എന്നും അറിയില്ലേ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് എല്ലാവരോടും വീഡിയോ എടുക്കാൻ പറയുന്നു. നായകൻ വെറും ഒരു സാധാരണ ടീച്ചറാണെന്ന് വിചാരിച്ച് ഈ രാജ്യത്തെ സ്കൂൾ പിള്ളേരെ തല്ലിയ കേസാണെന്ന് പറയുന്നു. എല്ലാവരുടെയും ക്യാമറ ഓൺ ആയതുകൊണ്ട് നായകൻ താഴെ വീണ പയ്യനെ എഴുന്നേൽപ്പിച്ച് വീണ്ടും തല്ലു കൊടുക്കുന്നു. എന്നിട്ട് ഇതെല്ലാം എടുത്ത് ഷോർട്സ് ആക്കി ഇടാൻ പറയുന്നു. അവിടെയുള്ളവർക്ക് ഇതൊന്നും മനസ്സിലായില്ലെങ്കിലും അവരെല്ലാം ഇത് കണ്ട് സന്തോഷിക്കുന്നു. കൂടാതെ വീഡിയോസ് ആക്കി പോസ്റ്റ് ചെയ്യാനും തുടങ്ങുന്നു. ഈ സമയത്ത് പ്രിൻസിപ്പലും ടീച്ചേഴ്സും അവിടേക്ക് ഓടി വരുന്നു. എന്നിട്ട് ആ പയ്യനോട് നിനക്ക് എന്ത് പറ്റി, നിന്റെ ഫേസ് ഒക്കെ എന്താ ഇങ്ങനെ ആയിരിക്കുന്നു എന്ന് ചോദിക്കുന്നു. എന്നിട്ട് നായകനോട് ഒരു സ്കൂൾ പയ്യന്റെ അടുത്ത് ഇങ്ങനെയാണോ പെരുമാറുക, നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ കളിയാക്കുന്ന പയ്യൻ പുതിയതായി അസൈൻ ചെയ്ത ടീച്ചറാണെന്ന് തോന്നുന്നു എന്ന് പറയുന്നു. അപ്പോൾ പ്രിൻസിപ്പൽ എന്നെ ആരും ഇൻഫോം ചെയ്തില്ല, നിങ്ങളുടെ ID കാണിക്കൂ എന്ന് പറയുന്നു. അങ്ങനെ നായകൻ മേലെ മൊത്തം തപ്പി കഴുത്തിൽ നിന്നൊരു ടാഗ് എടുത്ത് കാണിച്ചു കൊടുക്കുന്നു. കൊറിയയിലെ സ്കൂളുകളിൽ മൊത്തം കുട്ടികൾ കാരണം പ്രശ്നങ്ങളും ക്രൈമുകളും കൂടുന്നത് കൊണ്ട് കൊറിയൻ ഗവൺമെന്റ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ബ്യൂറോ തുടങ്ങുന്നു. അതിലെ ഇൻസ്പെക്ടർ ആയിരുന്നു നമ്മുടെ നായകൻ. നായകന്റെ പേര് നാഹ്വാജിൻ. ഇതെല്ലാം കേട്ടതും അവിടെയുള്ളവർ കൺഫ്യൂസ് ആകാൻ തുടങ്ങുന്നു. ഇതിനെപ്പറ്റി ആരും ഇതിനു മുന്നേ കേട്ടിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് കേൾക്കാൻ സാധ്യതയില്ല, കാരണം ഇത് ഇപ്പോഴാണ് തുടങ്ങിയെന്ന് പറയുന്നു. നിങ്ങൾക്ക് എന്താ ഇവിടെ ജോലി എന്ന് പ്രിൻസിപ്പൽ ചോദിക്കുന്ന സമയത്ത് ഒരു സ്റ്റുഡന്റ് മരിച്ചാൽ പോലും പോലീസിനെ കൈക്കൂലി കൊടുത്ത് ആ കേസ് മൂടി മറയ്ക്കാൻ നോക്കുന്ന കുപ്പ സ്കൂളുകൾക്ക് പാഠം എടുക്കുന്നതാണ് തങ്ങളുടെ ജോലി എന്ന് നായകൻ പറയുന്നു. എന്നാൽ അതിന് പ്രിൻസിപ്പൽ അങ്ങനെയൊന്നും ഇവിടെ നടന്നിട്ടില്ല, പിന്നെ ഒരു വിദ്യാർത്ഥിയുടെ മേലെ ഇങ്ങനെ കൈവയ്ക്കാൻ ആരാണ് അധികാരം തന്നത് എന്ന് ചോദിക്കുന്നു. എന്നാൽ ERPBക്ക് അവർ പഠിക്കുന്നതിനായി ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാമെന്ന് പറയുന്നു. ഇതെല്ലാം കഴിഞ്ഞ നായകനെ അവിടുത്തെ പ്രിൻസിപ്പൽ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നു. ഈ സ്കൂളിൽ കളിയാക്കലോ വയലൻസോ ഒന്നും നടക്കാത്ത സ്കൂളാണെന്ന് പറയുന്നു. കൂടാതെ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ പേരൻസ് പൊളിറ്റിക്കലോ ബിസിനസ്സോ ആയിട്ടുള്ള ആളുകളാണെന്ന് പറയുന്നു. പിന്നെ ഒരു MP പയ്യൻ കൂടി ഇവിടെയാണ് പഠിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ നായകൻ ചോദിക്കുന്നു പാർക്ക് ഡേസിയുക്കും ആ പയ്യനും ഒരേ ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്, ഇനി ഞാനാണ് ആ ക്ലാസ് ടീച്ചർ എന്നും പറയുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞതും ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞു വെച്ചാൽ സ്റ്റുഡൻസിന്റെ പേരൻസിന് ഇഷ്ടമാവില്ല, അവരുടെ മാർക്കിനെ പോലെ ഇത് ബാധിക്കും എന്ന് പറയുന്നു. പിന്നെ നമ്മുടെ MP പയ്യൻ പഠിക്കുന്നത് കൊണ്ട് നമ്മളൊന്നും കണ്ണടച്ചു വിട്ടാൽ മതി എന്ന് പറയുന്നു. കാരണം ആ MP ആണ് അടുത്ത പ്രസിഡന്റ് എന്നും പറയുന്നു. നമ്മളൊക്കെ സാധാരണ ജോലിക്കാരല്ലേ, എന്തിനാ വെറുതെ വള്ളി പിടിക്കുന്നതെന്ന് ചോദിക്കുന്നു. അതിന് നായകൻ പറയുന്ന മറുപടി ഈ ചെറിയ പിള്ളേരെ കണ്ട് വലിയവർ ഭയപ്പെട്ടാൽ അതായിരിക്കും ലോകത്തിന്റെ അവസാനം എന്ന് പറയുന്നു. അങ്ങനെ ERPBക്ക് നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന സമയത്ത് നായകൻ ക്ലാസ്സിലേക്ക് വരുന്നു. എന്നിട്ട് ഞാനാണ് ഇനി മുതൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ എന്നും പറയുന്നു. അത് കഴിഞ്ഞ് അറ്റൻഡൻസ് എടുക്കുന്ന സമയത്ത് മരിച്ച പയ്യന്റെയും പേര് പറയുന്നു. എന്നിട്ട് ബാക്കിയുള്ളവരോട് ആ പയ്യൻ മരിച്ചതിന്റെ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ കളിയാക്കുന്ന ഗാംഗിൽ ഒരു പയ്യൻ അവന് കിട്ടിയ മാർക്കിന്റെ കുറവുകൊണ്ട് സ്ട്രെസ് വന്ന് സൂയിസൈഡ് ചെയ്താന്ന് പറയുന്നു. അപ്പോൾ നായകൻ ചോദിക്കുന്നു ഇനി ചിലപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും അവനെ കളിയാക്കി ഉപദ്രവിക്കുകയും ക്ലാസ്സിൽ നിന്ന് ഒതുക്കി വെക്കുകയും ചെയ്തതുകൊണ്ട് അങ്ങനെ വരാനും സാധ്യതയില്ലെന്ന് ചോദിക്കും. അപ്പോൾ നേരത്തെ സംസാരിച്ച പയ്യൻ മര്യാദയില്ലാതെ വീണ്ടും സംസാരിക്കാൻ തുടങ്ങുന്നു. നായകൻ അതിന് തല്ലൊന്നും കൊടുക്കാതെ അവന്റെ ചുണ്ടു പിടിച്ച് 1 മീറ്റർ ഇങ്ങോട്ട് വലിക്കുന്നു. ഇനി ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള വാക്കുകൾ നിന്റെ വായിൽ നിന്ന് വന്നാൽ നീ തീർന്നു എന്നും പറയുന്നു. അതുകൊണ്ട് ആ പയ്യൻ ഓടിപ്പോയിട്ട് നായകനെ തല്ലാൻ നോക്കുന്നു. പക്ഷെ വീണ്ടും ആ പയ്യനെ തല്ലുകൊള്ളുന്നു. പിന്നെ നിങ്ങളിൽ ഒരാൾ മരിച്ചിട്ട് പോലും നിങ്ങൾക്ക് ഒരു പൊടി വിഷമം പോലും ഇല്ലാതെ സന്തോഷത്തോടെ എങ്ങനെ ഇരിക്കാൻ പറ്റുന്നു എന്ന് നായകൻ ചോദിക്കുന്നു. എന്നിട്ട് ഞാൻ
ഞാനിപ്പോൾ 3 വരെ എണ്ണും. അതിന്റെ ഉള്ളിൽ നിങ്ങൾ പ്ലാങ്ക് പൊസിഷനിൽ നിൽക്കാൻ പറയുന്നു. ഉടനെ തന്നെ 3 എന്ന് പറയുന്നു. കുറച്ചുപേർ അത് ചെയ്യാൻ തുടങ്ങിയെങ്കിലും എംപിയുടെ പയ്യൻ അവരെ ഇരിക്കാൻ പറയുന്നു. അത് കേട്ടത് എണീച്ചവർ പോലെ ഇരിക്കാൻ തുടങ്ങുന്നു. എന്നിട്ട് ഇവർക്ക് നിങ്ങളുടെ മേലെ ഉള്ളതിനേക്കാൾ എന്റെ മേലെ ഭയമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ എന്ന് പറയുന്നു. അപ്പോൾ നായകന് ഇത് സൂപ്പറാണ്, ഇനി ഒരുത്തനെ ഭയപ്പെടുത്തിയാൽ മാത്രം മതിയല്ലോ, ബാക്കിയുള്ളവരും കൂടി അനുസരിക്കും എന്ന് പറയും. അപ്പോൾ കളിയാക്കുന്നവന് എനിക്ക് ഭയം എന്താണെന്ന് പോലും അറിയില്ല എന്ന് പറയുന്നു. അപ്പോൾ നായകൻ ആ പയ്യനെ ടേബിളിൽ തലവെപ്പിച്ച് അതിലൊരു തല്ലു കൊടുക്കുന്നു. ഈ സൗണ്ട് ആ പയ്യന്റെ ചെവിയിൽ നല്ലപോലെ വീണ്ടും നായകൻ 3 എന്ന് പറയുന്നു. അപ്പോൾ ഓരോരുത്തരായി പ്ലാങ്ക് പൊസിഷനിൽ നിൽക്കാൻ തുടങ്ങി. അങ്ങനെ ഉച്ച സമയമായപ്പോൾ ആ കളിയാക്കുന്ന ഗ്യാങ് ഭക്ഷണം വാങ്ങുന്ന വരി നിൽക്കാതെ ഇടയിൽ കയറി ഭക്ഷണം വാങ്ങാൻ തുടങ്ങുന്നു. എന്നാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നായകനും അതിൽ ഭക്ഷണം കൊടുക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അവരോട് ഇങ്ങനെ ചെയ്യാൻ ഉളുപ്പുണ്ടോ, ബാക്കിൽ പോയി നിൽക്കാൻ പറയുന്നു. അതിന് ഗ്യാങ്ങിലെ നേതാവ് ആരും കംപ്ലൈന്റ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ, സാധനം തരാൻ പറയുന്നു. എന്നാൽ വരിയിൽ നിൽക്കാൻ നിനക്ക് ഭക്ഷണമില്ലെന്ന് നായകൻ പറയുന്നു. ആ ദേഷ്യത്തിൽ ഗ്യാങ്ങിലെ നേതാവ് ആ ഭക്ഷണം കൈയിട്ടെടുത്ത് പ്ലേറ്റോട് കുപ്പത്തൊട്ടിയിൽ എറിയുന്നു. അടുത്ത സെക്കൻഡ് നായകൻ നേതാവിന്റെ പുറകിൽ ചവിട്ടി വീഴ്ത്തുന്നു. ആരെങ്കിലും ഭക്ഷണം വേസ്റ്റ് ആക്കിയാൽ എനിക്കത് ഇഷ്ടപ്പെടില്ല, സോറി എന്ന് പറയുന്നു നായകൻ. നിന്റെ മേലേക്ക് അഴുക്കായല്ലോ, എംപിയുടെ മകനെ ഞാൻ വൃത്തിയാക്കി തരാമെന്ന് പറഞ്ഞു മോപ്പിന്റെ അറ്റമെടുത്ത് നേതാവിന്റെ മുഖമൊക്കെ തുടച്ചു കൊടുക്കുന്നു. കൂടാതെ മറ്റു പിള്ളേരെ നേതാവ് എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തലയിൽ വെച്ച് കൊടുത്തിട്ട് പോകുന്നു. ഇതൊന്നും കിട്ടിയിട്ട് നേതാവിന് മതിയാവാത്തതുകൊണ്ട് കുട്ടികളെല്ലാരും വൈകുന്നേരം ക്ലാസ് വൃത്തിയാക്കുന്ന സമയത്ത് നേതാവ് അവിടെ നിന്ന് പോകുന്നു. അതുകൂടാതെ വൃത്തിയാക്കുന്ന പയ്യനെ ചവിട്ടി നീ ഇതിലൊന്നും സന്തോഷിക്കണ്ട, ERPBക്ക് അവനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നു. ശേഷം രാത്രിയായപ്പോൾ എംപിയുടെ വീട്ടിൽ ഒരാൾ കോളിംഗ് ബെല്ല് അടിക്കുന്നു. അത് ആരാണെന്ന് നോക്കിയപ്പോൾ നമ്മൾ നായകനായിരുന്നു. നായകൻ അവിടെ വന്ന് എംപിയുടെ പയ്യനെ വിളിപ്പിക്കാൻ പറയുന്നു. പയ്യൻ വന്ന ശേഷം എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ അവന്റെ വൃത്തിയാക്കൽ ജോലി അവൻ ചെയ്യാതെയാണ് വന്നത്, അതിനുവേണ്ടി ഞാൻ ഇപ്പൊ അവനെ വിളിക്കാനാണ് വന്നതെന്ന് പറയും. കൂടാതെ അവന്റെ അച്ഛന് 2 ഉപദേശവും കൊടുക്കുന്നു. എംപിക്ക് തന്റെ മകനെ കൊണ്ടുപോകുന്നതിൽ ഇഷ്ടമല്ലെങ്കിൽ പോലും നായകൻ 2 പഞ്ച് ഡയലോഗ് അടിച്ച് അവനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. അവനെ അവിടെ നിന്ന് കൊണ്ടുപോയി സ്കൂളിലെ ബാത്റൂം കഴുകിപ്പിക്കുന്നു. അതിന്റെ പേരിൽ എംപി സ്കൂളിലേക്ക് വന്ന് നായകനെ ഭീഷണിപ്പെടുത്തിയിട്ട് പോകുന്നു. ഇത്രയൊക്കെ ആയെങ്കിൽ കൂടി കളിയാക്കുന്ന പിള്ളേർ ഇതോടെ അവസാനിപ്പിച്ചില്ല. ക്ലാസ്സിലെ പാവപ്പെട്ട പയ്യനെ അവർ വീണ്ടും പ്രശ്നത്തിലേക്ക് വിളിക്കുന്നു. എന്നിട്ട് നീയെല്ലാം ഞങ്ങളെ പെടുത്തി കൊടുത്തതെന്ന് പറഞ്ഞ് അവനെ ഇട്ട് തല്ലുന്നു. ഇതെല്ലാം കാരണം ജീവിതം എടുത്ത ആ പയ്യൻ സ്വയം ആത്മഹത്യ ചെയ്യാൻ നോക്കുന്നു. നായകൻ അവിടെ കൃത്യസമയത്ത് വന്നതുകൊണ്ട് അവൻ ചാടിയപ്പോ തന്നെ പിടിക്കുന്നു. എന്നിട്ട് നിന്നെ വിടണോ അതോ പൊക്കണോ എന്ന് ചോദിക്കുന്നു. പൊക്കണം എന്ന് പറഞ്ഞ് അവൻ കരയുന്നു. അവനെ അതിൽ നിന്ന് രക്ഷിച്ച് ഒരു പ്രശ്നം നിനക്ക് എതിർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതുപോലെയല്ല ചെയ്യേണ്ടത്, അവിടെ നിന്ന് ഓടിപ്പോയാൽ മാത്രം മതി എന്ന് പറയുന്നു. അതിനുവേണ്ടി ഓടാൻ അവന് ട്രെയിനിങ് കൊടുക്കുന്നു. ശേഷം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവന്റെ കാര്യങ്ങളും പ്രശ്നങ്ങളും എല്ലാം നായകനോട് പറയുന്നു. മകനെ പോലെ തന്നെ അച്ഛനും ERPBനെ നശിപ്പിക്കാൻ നോക്കുന്നു. അതിനുവേണ്ടി അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയെ കാണാൻ പോകുന്നു. അവിടെ പോയി മിനിസ്റ്ററോട് ERPB നിങ്ങളാണോ ഉണ്ടാക്കിയത്, എന്തിനാണ് അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയതെന്നെല്ലാം ചോദിക്കുന്നു. അപ്പോൾ അത് ഞാനാണ് ഉണ്ടാക്കിയത്, അതിന് കാരണം 2 വർഷം മുൻപ് ഒരു ടീച്ചറെ ഒരു പയ്യൻ കുത്തിക്കൊന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കാതിരിക്കാനാണ് ERPBയെ നിർമ്മിച്ചത്. എന്നാൽ നിങ്ങളുടെ ഈ പദ്ധതി കാരണം എന്റെ മകൻ പഠിക്കുന്ന സ്കൂളിൽ ഇവർ വന്ന് മകന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്ന് പറയുന്നു. കൂടാതെ ഇത് കാരണം നിങ്ങളുടെ ജീവിതം തന്നെ ഞാൻ മാറ്റുമെന്ന് MP പറയുന്നു. പക്ഷേ പ്രതീക്ഷയുടെ അപ്പുറമായിരുന്നു സംഭവിച്ചത്. MPയുടെ ഒരു പ്രത്യേക പരിപാടി നടക്കുന്നതിന്റെ സമയത്ത് എല്ലാവരുടെ ഫോണിലേക്കും ഒരുപോലെ ഒരു മെസ്സേജ് പോകുന്നു. അതിൽ MP ചെയ്ത കുറ്റങ്ങളും കാര്യങ്ങളെല്ലാം അടങ്ങിയിരുന്നു. MP അവിടെ വന്നപ്പോഴേക്കും ന്യൂസുകാരെല്ലാം ഇതിനെപ്പറ്റി ചോദിക്കാൻ തുടങ്ങി. ഇത് എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് MPക്ക് മനസ്സിലായില്ല. എന്നാൽ ആ സമയത്ത് മിനിസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ തന്നെ മിനിസ്റ്റർ കാരണമാണ് MP പെട്ടതെന്ന് മനസ്സിലാവുന്നു. അതിനെ ശരിയാക്കാൻ MP മിനിസ്റ്ററോട് സംസാരിച്ചെങ്കിലും അത് മൈൻഡ് പോലും ആക്കിയില്ല. പിന്നെ ഇതെല്ലാം നിങ്ങളുടെയും തെറ്റാണ്, മകനെ ശരിക്കും വളർത്താത്തതിന്റെ തെറ്റുകുറ്റങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കാൻ പോകുന്നത് എന്ന് പറയുന്നു. ഈ ന്യൂസ് പെട്ടെന്ന് തന്നെ എല്ലാവർക്കും വ്യാപിക്കാനും തുടങ്ങി. അതുകൊണ്ട് തന്നെ MP പദവിയിൽ നിന്ന് ഒഴിയുകയും ചെയ്യുന്നു. ഇത് കാരണം തന്നെ മകന് ക്ലാസ്സിൽ എല്ലാവരുടെയും മാനക്കേടുകൾ ഉണ്ടാവാൻ തുടങ്ങുന്നു. കാരണം ഇത്രയും കാലം അച്ഛൻ MP ആണെന്നുള്ള ബലത്തിലായിരുന്നു ആ പയ്യൻ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തം കൂട്ടുകാർ പോലും അവനെ കളിയാക്കാൻ തുടങ്ങി. ഇതെല്ലാം കാരണം ആ പയ്യൻ ക്ലാസ്സിൽ തീയിടാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് നായകൻ അവിടേക്ക് വന്ന് അവനെ താഴേക്ക് ഇടുന്നു. എന്നിട്ട് നായകൻ കയ്യിലൊരു ലൈറ്റർ എടുത്ത് ഇപ്പോൾ ഒന്ന് കത്തിക്കട്ടെ എന്ന് പറയുക മാത്രമല്ല നായകൻ അത് ചെയ്യുകയും ചെയ്യുന്നു. ആ ഫ്യൂവലെല്ലാം ആ പയ്യന്റെ മേലെ ആയതുകൊണ്ട് ആ തീ അവനെ പിന്തുടരാൻ തുടങ്ങുന്നു. ആ പയ്യനെ രക്ഷപ്പെടാൻ വേറെ വഴിയൊന്നുമില്ലാതെ നായകനോട് രക്ഷിക്കണേ എന്ന് പറഞ്ഞ കാര്യം നായകൻ ഉടനെ തന്നെ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്ത് തീ അണയ്ക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ആ പയ്യൻ എന്തിനാണ് എന്നെ ഇത്ര ദ്രോഹിക്കുന്നതെന്ന് നായകനോട് ചോദിക്കുമ്പോൾ അതേ ചോദ്യം ഞാൻ നിന്നോട് തിരിച്ചു ചോദിക്കട്ടെ, എന്തിനാണ് DCUക്കിനെ ഇത്രയും ദ്രോഹിച്ചതെന്ന് ചോദിക്കുന്നു. ആ പയ്യനെ മറുപടി പറയാൻ പറ്റാതെ കുറ്റബോധത്തിൽ കരയാൻ തുടങ്ങുന്നു. DCUക്ക് മരിക്കാൻ കാരണം താൻ കാരണം അച്ഛനുണ്ടായ കഷ്ടപ്പാടായി. DCUക്കിനെ ഇവർ ഫസ്റ്റ് ഉപദ്രവിച്ചപ്പോൾ ആദ്യം സ്കൂളിൽ പോയി ചോദ്യം ചെയ്തെങ്കിലും അതിൽ നിന്ന് നീതി കിട്ടാതെ സ്കൂളിന്റെ മുന്നിൽ വെച്ച് സമരം ചെയ്യേണ്ടതായിട്ട് വന്നു. എന്നാൽ തന്റെ അച്ഛൻ MP ആയതുകൊണ്ട് ആ പയ്യന്റെ മേലെ കേസും വരാതെ രക്ഷപ്പെടുന്നു. കൂടാതെ DCUക്കിന്റെ അച്ഛന്റെ ബിസിനസ് അടക്കം MP ഇടപെട്ട് നശിപ്പിക്കുന്നു. DCUക്ക് MPയുടെ മകനോട് കാല് പിടിച്ച് പറഞ്ഞെങ്കിലും നീ മരിച്ചാൽ മാത്രമേ ഇതൊക്കെ ശരിയാക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. അതുകൊണ്ട് മാത്രമാണ് DCUക്ക് മരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നായകൻ MPയുടെ മകനോട് കുറ്റബോധത്തെക്കാൾ വലിയ ശിക്ഷയൊന്നും എനിക്ക് തരാനില്ല എന്ന് പറയുന്നു. അങ്ങനെ അവരുടെ ഗാങ്ങിനെ മൊത്തം പോലീസ് അറസ്റ്റ് ചെയ്യുകയും DCUക്കിന് നീതി ലഭിക്കുകയും ERPBയുടെ ജോലി വിജയകരമാവുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞാണ് മനസ്സിലാവുന്നത് 2 വർഷത്തിന് മുന്നേ മരിച്ച ടീച്ചറുടെ അച്ഛനായിരുന്നു എഡ്യൂക്കേഷൻ മിനിസ്റ്റർ. കൂടാതെ നായകനായിരുന്നു ആ ടീച്ചറുടെ ഭർത്താവ്. ഇനി ഇങ്ങനൊരു തെറ്റുണ്ടാവാതിരിക്കാനാണ് ERPB ഇവർ കൊണ്ടുവന്നത്.